വടക്കാഞ്ചേരിയിലെ പോസ്റ്റർ വിവാദം കൊടുമ്പിരികൊള്ളുന്നു. യു.ഡി.എഫ് സ്ഥാനാർത്ഥി വൈശാഖ് നാരായണസ്വാമിയുടെ പോസ്റ്ററിന് മുകളിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ പോസ്റ്റർ പതിപ്പിച്ചതാണ് പ്രശ്നമായത്. വടക്കാഞ്ചേരിയിലെ ഇഞ്ചലോടി 35-ാം ബൂത്തിലാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ മതിലുകളിൽ ഉടമയുടെ അനുമതി വാങ്ങിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റർ പതിപ്പിച്ചത്. ഇതിനു മുകളിലാണ് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പതിപ്പിച്ചിട്ടുള്ളത്. ഇതിനിടെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും പ്രചാരണ ബോർഡുകളും നശിപ്പിച്ചതായി പരാതിയുണ്ട്. എ.ഐ.സി.സി വക്താവിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് സംഭവം ചെയ്തതെന്ന് എൽ.ഡി.എഫ് പ്രവർത്തകർ ആരോപിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി കുമരനെല്ലൂർ പ്രദേശത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ട ക്രിമിനൽ സംഘങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ്. എ.ഐ.സി.സി വക്താക്കളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സംഘടിതമായി എത്തിയിട്ടുള്ള വടക്കാഞ്ചേരിയിൽ കേന്ദ്രീകരിക്കുന്ന KICUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആളുകളാണ് ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഈ പ്രദേശത്ത് രാഷ്ട്രീയമായി സംഘർഷം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ ബോധപൂർവം കോൺഗ്രസിൻ്റെ നേതൃത്വം ഇടപെടുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ ഗുണ്ട ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കുമരനെല്ലൂർ ഇഞ്ചലോടിയിൽ ഇന്ന് കാലത്താണ് സോഷ്യൽ മീഡിയയിൽ അത്തരമൊരു വീഡിയോ കാണാനിടയായിട്ടുള്ളത്. ഇപ്പോൾ CPMൻ്റെ അനുഭാവികളായിട്ടുള്ള ആളുകളുടെ മതിലെല്ലാ വർഷവും CPM അവിടെ പ്രചരണം എന്ന നിലയിൽ അവിടെ മതിലെഴുത്ത് നടത്താറുള്ളതാണ്. അപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടി അവരുടെ അഫിഡവിറ്റ് ഉൾപ്പെടെ നമ്മുടെ കൈവശമുണ്ട്. അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അവിടെ മതിലെഴുത്ത് പ്രചരണം നടത്തുന്നതിനും പോസ്റ്ററും മറ്റു പ്രചരണം നടത്തുന്നതിനും വേണ്ടി നമ്മൾ അവരുടെ അനുമതിയോടു കൂടിയാണ് നമ്മളവിടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ അനുഭാവികളുടെ മതിലാണെന്ന് മനസ്സിലാക്കി ആ പ്രദേശത്ത് രാഷ്ട്രീയമായി സംഘർഷം, കലാപം അന്തരീക്ഷം നിലനിൽക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം സംഘർഷം ഉണ്ടാകുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വവും അതുപോലെ തന്നെ AICC ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൻ്റെ അറിവോടെ വളരെ ബോധപൂർവം അവിടെ കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് LDF പ്രവർത്തകർ പറഞ്ഞു. ഇതിനിടെ LDFന്റെ പരാജയ ഭീതിയാണ് സംഭവത്തിന് പിന്നിലെന്ന് UDF നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇഞ്ചലോടി 35-ാം ബൂത്തിലെ ഒരു മതിലിന് മുകളിൽ ഞങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. വൈശാഖിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബൂത്ത് സ്ക്വാഡായിട്ട് ഇറങ്ങിയപ്പോൾ ആ വീട്ടുകാരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇന്നലെ അവിടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ CPM പ്രവർത്തകർ അതിന് മുകളിൽ വ്യാപകമായി അവർ സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. വളരെ സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്ന സ്ഥിതിയിലാണ് ആ പ്രദേശത്ത്. കാരണം കോൺഗ്രസ്സിനെ ഒരു പക്ഷേ ആ ബൂത്തിൽ പ്രവർത്തിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലേക്ക് അവിടുത്തെ പ്രവർത്തനം. കാരണം കഴിഞ്ഞ ലോക്കൽ തിരഞ്ഞെടുപ്പിന് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിന് പോലും ഞങ്ങളുടെ പോസ്റ്റർ ഇട്ടിട്ട് വ്യാപകമായി കീറി കളയുന്ന രീതിയാണ്. അതേപോലെ തന്നെ ഇപ്രാവശ്യവും അവർ ഈ തിരഞ്ഞെടുപ്പിലാണ്. ഒരു പക്ഷേ പരാജയവിധി മൂലം തന്നെയാണ്. കാരണം വൈശാഖൻ ഒരു ചെറുപ്പക്കാരൻ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ ഒരു ഓളം സൃഷ്ടിക്കും. അതിനോടൊക്കെ വിരളി പൂണ്ടിട്ടാണ് CPMൻ്റെ പ്രവർത്തകർ അവിടെ വ്യാപകമായി പോസ്റ്റർ കീറിയത്. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയും ഇതുപോലെ തന്നെ ഇതുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന അതുപോലും അവർ വ്യാപകമായി പരാതികൾ കൊടുത്ത് വിളിക്കരുത്. ഇത് ഞങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലും അതുപോലെ തന്നെ അവരോട് അനുമോദനം ചോദിച്ച് കയറിയിട്ടുള്ളതാണ്. അതിന് ഞങ്ങൾ പോലീസിൽ ഇപ്പോൾ പരാതി കൊടുക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് വടക്കാഞ്ചേരി 35-ാം വാർഡ് കമ്മിറ്റിയിൽ നിന്ന് പറയാം. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.